രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, ഈ GST പരിഷ്കരണം നാളെ നടപ്പിലാകാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കുണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ച്, അവർക്ക് സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി തൻ്റെ ഈ അഭിസംബോധനയുടെ ആദ്യ ഭാഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത് രാജ്യം ഒരു പുതിയ വളർച്ചയിലേക്ക് കടക്കുകയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കാണ് ഈ GSTയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരിഷ്കരണം. നാളെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഈ പരിഷ്കരണം നിലവിൽ വരുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. നാളെ മുതൽ ഈ GSTയിൽ 2 സ്ലാബുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 5%, 18%. 99% സാധനങ്ങളും ഈ 5% സ്ലാബിലേക്ക് വരുന്നതിനാൽ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെയുള്ള വിലയിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാഗരിക് ദേവോ ഭവയാണ് തൻ്റെ നിലപാടെന്നതാണ്. അതായത് ജനങ്ങളെ അദ്ദേഹം ദൈവത്തിനെ പോലെ കാണുന്നുവെന്നാണ് പ്രധാനമന്ത്രി ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അഭിസംബോധനയുടെ 2ാം ഘട്ടത്തിൽ പറഞ്ഞത് രാജ്യത്തിന് ആവശ്യമായ സാധനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കണം അല്ലെങ്കിൽ നിർമ്മിക്കണം എന്നതാണ്. ആത്മനിർഭർ ഭാരത് എന്നത് തൻ്റെ സർക്കാരിൻ്റെ എക്കാലത്തെയും വലിയ നയമായിരുന്നു. എല്ലാ വീടുകളിലും സ്വദേശി സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. GST പരിഷ്കരണവും അതുപോലെ തന്നെ സ്വദേശി വൽക്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു അഭിസംബോധന പ്രസംഗമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് മുൻപാകെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.